Hello all, welcome to part 4 of Junior Lab Assistant Examination Free Class Series. Module 1 complete ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് Module 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. Module 2 ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടോമി ആണ്, which is of 10 marks. നമുക്ക് പഠിക്കാം. First one is about blood collection. So, blood is collected for laboratory investigations to diagnose, monitor and treat diseases. That's a basic purpose. Then, what are the methods of blood collection? പഠിക്കാനുള്ളതാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ്. ഏതിലൂടെയൊക്കെയാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കാപ്പിലറി പങ്ക്ചർ, നെക്സ്റ്റ് ഇസ് വീനസ് പങ്ക്ചർ, തേർഡ് വൺ ഇസ് ആർട്ടേറിയൽ പങ്ക്ചർ. ഇത്രയും സോഴ്സസിലൂടെയാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കാപ്പിലറി പങ്ക്ചർ അല്ലെങ്കിൽ സ്കിൻ പങ്ക്ചർ, സ്കിന്നിൽ കുത്തിയെടുക്കുന്നതാണ്. So what is capillary puncture? Capillary and venous, it's very important. Capillary puncture is the collection of blood from the capillary bed by puncturing the skin using a sterile lancet. സ്കിന്നിനെ പങ്ക്ചർ ചെയ്ത് കാപ്പിലറി ബെഡിൽ നിന്നും ബ്ലഡ് എടുക്കുന്നതാണ് കാപ്പിലറി പങ്ക്ചർ. അതിൽ കോമൺ സൈഡ്സ് നോക്കാം. അഡൽട്ട് ആണെങ്കിൽ ഫിംഗർ ടിപ്പ് അല്ലെങ്കിൽ മിഡിൽ ഓർ റിംഗ് ഫിംഗറിന്റെ മിഡിൽ ടിപ്പിൽ നിന്നാണ് എടുക്കുന്നത്. കാരണം കൂടുതൽ ബ്ലഡ് ഫ്ലോ നമ്മുടെ മിഡിൽ ഫിംഗറിനും അതുപോലെ തന്നെ റിംഗ് ഫിംഗറിന്റെ ഒരു വഴിയിലായിരിക്കും. സോ കൂടുതലും അതിന്റെ ടിപ്പിൽ നിന്നാണ് എടുക്കുന്നത് ഫോർ അഡൽട്സ്. ഇൻഫാൻസ് ആണെങ്കിൽ, അതായത് ലെസ് ദാൻ 1 year old ബേബീസിനാണെങ്കിൽ മീഡിയൽ ഓർ ലാറ്ററൽ പ്ലാന്റർ സർഫസ് എടുക്കുക അല്ലെങ്കിൽ ഹീൽസിൽ നിന്ന് എടുക്കുക. ഞാൻ അവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് മുകളിലെ ഭാഗം ഡോർസൽ സൈറ്റ് എന്ന് പറയും. താഴെ കുറച്ച് സ്പോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് പ്ലാന്റർ സർഫസ് ഓഫ് ഫസ്റ്റ് മെറ്റാടാർസൽ ഹെഡ്. നെക്സ്റ്റ് വരുന്നതാണ് സെന്റേഴ്സ് ഓഫ് ദ മീഡിയൽ ആൻഡ് ലാറ്ററൽ ലോങ്ജിറ്റ്യൂഡിനൽ ആർച്ചസ് ആൻഡ് ഉപ്പിറ്റി എന്ന് പറയും നമ്മുടെ ഹീൽ. ദാറ്റ്സ് എ സെന്റർ ഓഫ് പ്ലാന്റർ ഹീൽ. അവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. That's a capillary puncture. ഇവിടെ നിന്നൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. ഇവിടെ നിന്നൊക്കെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യണം. തം ഫിംഗറിൽ നിന്നോ ഇൻഡെക്സ് ഫിംഗറിൽ നിന്നോ ഇയർ ലോബിൽ നിന്നോ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്വെള്ളൻ ആയിട്ട് വീർത്തിരിക്കുന്നതോ സ്കാർ ഉള്ളതോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നോ ഒന്നും എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ സൈനോട്ടിക് ആൻഡ് കോളോസ്റ്റേറ്റിയസ്. കോളോസ്റ്റേറ്റിയസ് മീൻസ് തിക്ക് ഹാർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കരുത്. ദെൻ സൈനോട്ടിക് ഏരിയാസ് മീൻസ് പാർട്സ് ഓഫ് ദ സ്കിൻ ദാറ്റ് ലുക്ക് ബ്ലൂയിഷ്, ചോര കക്കി കിടക്കുന്ന ഭാഗങ്ങൾ. അതുപോലെ ഇത്രയും പേർപ്പിളിഷ് ഓർ ഗ്രേ കളറുള്ള ഭാഗങ്ങളിൽ നിന്നും എടുക്കരുത്. ബിക്കോസ് ഇറ്റ്സ് ഓഫ് റെഡ്യൂസ്ഡ് ഓക്സിജൻ ഓർ ബ്ലഡ് ഫ്ലോ ടു ദാറ്റ് പാർട്ട്. നെക്സ്റ്റ് closed parts again I have told. Next equipment required. Sterile lancet, blood കളക്ട് ചെയ്യാൻ എന്തൊക്കെ വേണം? ആൽക്കഹോൾ സ്വാബ് which is 70% isopropyl alcohol, sterile gauze or cotton, then micro collection tubes, gloves, bandage. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് വേണ്ടത്. നെക്സ്റ്റ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വാഷ് ഹാൻഡ്സ് ആൻഡ് വെയർ ഗ്ലൗസ്. ഐഡന്റിഫൈ ദ പേഷ്യന്റ്. ക്ലീൻ ദ പങ്ക്ചർ സൈറ്റ് വിത്ത് ആൽക്കഹോൾ. നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നതൊക്കെ അറിയാലോ, ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തുള്ളവരായിരിക്കും പലരും. സോ ഐ ഹോപ്പ് ഇത് പ്രൊസീജിയേഴ്സ് ഒന്നും കാണാതെ പഠിക്കേണ്ട, നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അലോ ദ സൈറ്റ് ടു ഡ്രൈ കംപ്ലീറ്റ്ലി. പങ്ക്ചർ യൂസിങ് എ സ്റ്റെറൈൽ ലാൻസെറ്റ്. വൈപ്പ് away first drop of blood. It may contain tissue fluid. Then collect subsequent drops without excessive squeezing. Then apply the pressure with dry gauze. Dispose of the lancet in sharp container. നെക്സ്റ്റ് യൂസസ്. എന്തിനൊക്കെയാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാറുള്ളത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യാം, ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ, പെരിഫറൽ ബ്ലഡ് സ്മിയർ, ദെൻ നിയോനെറ്റൽ സ്ക്രീനിങ്, പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സ്മോൾ സാമ്പിൾ വോളിയം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ഹീമോളിസിസ് ഇസ് മോർ കോമൺ. ടിഷ്യൂ ഫ്ലൂയിഡ് കണ്ടാമിനേഷൻ ഉണ്ടാവാം. നോട്ട് സ്യൂട്ടബിൾ ഫോർ കോയാഗുലേഷൻ സ്റ്റഡീസ് ഓർ ബ്ലഡ് കൾച്ചേഴ്സ്. കാപ്പിലറി പങ്ക്ചറിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. Next is about venous puncture or venipuncture. Venipuncture is the collection of blood from a vein using a sterile needle and syringe or a vacutainer system. Okay, ഇത് യൂസ് ചെയ്ത് കളക്ട് ചെയ്യുന്നതാണ്. വാക്യൂട്ടൈനറിന്റെ ഇമേജ് ഞാൻ കൊടുക്കാം. ഓക്കെ, കോമൺ വെയിൻസ് ഏതൊക്കെ പറഞ്ഞിട്ടുള്ളത്? മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ, ഇതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വീനിപങ്ക്ചറിന്. സോ ഞാൻ ജസ്റ്റ് ഇമേജ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് വെയിൻസ് വരുന്നത്. സെഫാലിക് വെയിൻസ് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരച്ച് കാണിക്കാം. അപ്പോൾ ഇതാണ് സിഫാലിക് വെയിൻ. നെക്സ്റ്റ് വരുന്നതാണ് മീഡിയൻ വെയിൻ ഓഫ് ഫോറ. പിന്നെ ഈ വരുന്നതാണ് ബാസിലിക് വെയിൻ. നെക്സ്റ്റ് വൺ ഇസ് പ്രോനെറ്റാർട്ടോസ് ടിയേഴ്സ്. ദെൻ ഇവിടെയും ബാസിലിക് വെയിൻ വരുന്നുണ്ട്. ദെൻ ബൈസെപ്സ് ബ്രാക്കി ഓരോ പാർട്സ് ആണ്. പിന്നെ സെഫാലിക് വെയിൻ, മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ. നെക്സ്റ്റ് അതർ വെയിൻസ് ആർ സെഫാലിക് വെയിൻ, ബാസിലിക് വെയിൻ ആൻഡ് ഡോർസൽ ഹാൻഡ് വെയിൻസ്. ഇതിൽ നമുക്ക് വെനിപങ്ക്ചർ അല്ലെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് വരുന്നത്. Then insert the needle at a 15 to 30 degree angle.
colored blood. Release the tourniquet before withdrawing the needle and apply pressure with gauze for 2 to 5 minutes. Label the specimen immediately. Next, complications വരാവുന്നത് ഹെമറ്റോമ വരാം, ഇൻഫെക്ഷൻസ് വരാം, ഹീമോളിസിസ് വരാം, ആൻഡ് സിൻകോം തലകറക്കം, ഫെയിൻറ്റിങ് വരാം, ആൻഡ് നെർവ് ഇഞ്ചുറീസ് ഓൾസോ. ഇത്രയും കാര്യങ്ങൾ വരാവുന്നതാണ്. അതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നതാണ്. പിന്നെ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാൻ കൂടുതലും കാരണമാകുന്നുണ്ട്. അടുത്തതാണ് ആർട്ടീരിയൽ പങ്ക്ചർ. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ബ്ലഡ് ഡയറക്ട്ലി ഫ്രം ആൻ ആർട്ടറി. ആർട്ടറിന്ന് ബ്ലഡ് എടുക്കുന്നതിനാണ് ആർട്ടീരിയൽ പങ്ക്ചർ എന്ന് പറയുന്നത്. കോമൺ ആർട്ടറീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പ്രിഫർ ചെയ്യുന്നത് റേഡിയൽ ആർട്ടറിയിൽ നിന്നാണ്. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ സബ് ക്ലാവിയൻ ആർട്ടറി, ആക്സിലറി ആർട്ടറി, then brachial artery, radial artery, ulnar artery. ഇത്രയും സൈറ്റ്സുകളുണ്ട്. അത് സൈറ്റ്സ് ആണ് brachial artery. ആർട്ടറിയൽ പങ്ക്ചർ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ABG അല്ലെങ്കിൽ ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസിലാണ്. എന്താണ് ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്? That's a blood test usually taken from an artery that tells us how well the body is oxygenating the blood and removing carbon dioxide and maintaining acid-base balance in our body. Okay, അതിനാണ് ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ് സിസ്റ്റം ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ മെഷർമെന്റ്സ് ചെക്ക് ചെയ്യാം. വാട്ട് ഇറ്റ് മീൻസ്, സിമ്പിൾ എക്സ്പ്ലനേഷൻ. ഇത്രയും കാലം pH എന്ന് പറയുന്നത് എന്താണ്? ആസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റി ഓഫ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ്. ടെൽസ് വെദർ ദ ബ്ലഡ് ഇസ് ടു ആസിഡിക് ഓർ ടു ആൽക്കലൈൻ. നെക്സ്റ്റ് ഇസ് PaO2, ദാറ്റ്സ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ദാറ്റ് ഷോസ് ഹൗ മച്ച് ഓക്സിജൻ ഇസ് ഡിസോൾവ്ഡ് ഇൻ ആർട്ടറിയൽ ബ്ലഡ്. എത്ര ഓക്സിജൻ, അതുപോലെ എത്ര how much oxygenating, how much carbon dioxide is releasing, അത്ര acidic ആണോ കൂടുതൽ alkaline ആണോ, അത്രയും കാര്യങ്ങളാണ് അനാലിസ് ചെയ്യുന്നത്. നെക്സ്റ്റ് again PaCO2, which is carbon dioxide, partial pressure of carbon dioxide, that shows how much carbon dioxide in the arterial blood and helps as a ventilation. Next is HCO3, that's bicarbonate, a major base alkali that helps the body control blood pH. It mainly reflects metabolic or kidney component of acid base balance. Next is oxygen saturation. That's a percentage of hemoglobin carrying oxygen. Shows how much of the blood's hemoglobin is loaded with oxygen. So HB എന്ന് പറയുന്നത് ഓക്സിജനെ ക്യാരി ചെയ്യുന്നതാണ്. ഓക്കെ, ബ്ലഡിൽ HB അളവ് നോക്കാറുണ്ട് നമ്മൾ. Next is Allen's test. Allen's test is named after Edgar V. Allen. He was an American physician who described the test in early 20th century. എന്താണ് Allen's test? നമുക്ക് ചെക്ക് ചെയ്യാം. Before taking an ABG sample from the radial artery, the healthcare professional checks whether the hand has another adequate blood supply through the ulnar artery. അപ്പം ABG ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് മുന്നേ റേഡിയൽ ആർട്ടറിയിൽ നിന്ന് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ത് ചെയ്യും? അത് ഹാൻഡിൽ അൾനാർ ആർട്ടറി വഴി അഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ ഉണ്ടോന്ന് ചെക്ക് ചെയ്യും. അതിനാണ് എലൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ABG ടെസ്റ്റിന് മുന്നേ യു ഷുഡ് പെർഫോം എലൻസ് ടെസ്റ്റ് ആൻഡ് ക്ലീൻ ദ സൈറ്റ്, ഇൻസേർട്ട് നീഡിൽ അറ്റ് 30 to 45 degree angle. Collect arterial blood in heparinized syringe and remove the air bubbles. Next, apply firm pressure at least 5 minutes, longer in patients on anticoagulants, and transport the sample promptly, often on ice if delay is expected. Complications വരാവുന്നതാണ് bleeding, hematoma, arterial spasm, thrombosis, infection, severe pain. Blood clot ആവാനുള്ള സാധ്യതകളാണ് വരുന്നത്. Next, comparison നോക്കാം. ജസ്റ്റ് നമ്മളിപ്പോൾ ഇതൊക്കെ പഠിച്ചു, capillary method പഠിച്ചു, വീനി പങ്ക്ചർ പഠിച്ചു, വെയിൻസിലൂടെ ആർട്ടറിയൽ പങ്ക്ചർ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇതിന്റെ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് നോക്കാം. സോ അതിന്റെ ഫീച്ചേഴ്സ്, കാപ്പിലറി വഴിയാണെങ്കിൽ എങ്ങനെയായിരിക്കും, വീനസ് വഴി എങ്ങനെയായിരിക്കും, ആർട്ടറി വഴി എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പോൾ കാപ്പിലറി ആണെങ്കിൽ ഏത് സോഴ്സിലൂടെയാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്? കാപ്പിലറീസിലൂടെയാണ്. വീനസ് ആണെങ്കിൽ വെയിൻസിലൂടെയും, ആർട്ടറിയൽ ആണെങ്കിൽ ആർട്ടറീസിൽ കൂടെയാണ്. ബ്ലഡ് വോളിയം, എത്ര വോളിയം എടുക്കാം? കാപ്പിലറീസ് കൂടെ കുറച്ചേ ഉള്ളൂ. വീനസിൽ ലാർജ് ടു മോഡറേറ്റ് ടു ലാർജ്, ആർട്ടറിയിൽ മോഡറേറ്റ്. മെയിൻ യൂസ് എന്തിനൊക്കെയാണ് കാപ്പിലറി പങ്ക്ചർ ചെയ്യുന്നത്? ബ്ലഡിൽ ഗ്ലൂക്കോസ് അളക്കാനും HB ടെസ്റ്റ് ചെയ്യാനും നിയോനറ്റൽ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. വീനസ് എന്തിനാണ്? റൂട്ടീൻ ലബോറട്ടറി ടെസ്റ്റ് ചെയ്യാൻ. അതുപോലെ ആർട്ടറിയൽ ചെയ്യുന്നത് നമ്മൾ ABG അനാലിസിസിന് വേണ്ടിയിട്ടാണ്, ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ്. നെക്സ്റ്റ്, കോമൺ സൈറ്റ് എവിടെയാണ് കാപ്പിലറി എടുക്കുന്നത്? ഫിംഗർ അല്ലെങ്കിൽ ഹീൽസിലാണ് കുഞ്ഞുകുട്ടികൾക്ക്. വീനസ് ചെയ്യുന്നത് മീഡിയൻ ക്യൂബിറ്റൽ വെയിനിലും, അതുപോലെ തന്നെ ആർട്ടറിയൽ ചെയ്യുന്നത് റേഡിയൽ ആർട്ടറി വഴിയാണ്. ഇനി ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് കാപ്പിലറി കൂടെ എടുക്കുക ഈസി ആണല്ലേ, ഫിംഗർ ടിപ്പ് എടുക്കുക. വീനസ് ഇസ് ഓൾസോ മോഡറേറ്റ്, ആർട്ടറിയൽ ഇസ് മച്ച് ഡിഫിക്കൽട്ട് ദാൻ ദി അതർ. നെക്സ്റ്റ്, പെയിൻ ലീസ്റ്റ് മോഡറേറ്റ്, ഫോർ ആർട്ടറി ഇറ്റ് വിൽ ബി മോർ പെയിൻഫുൾ. അപ്പോൾ ഈ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ്, വാക്യൂറ്റെയ്നർ സിസ്റ്റം. സോ ദിസ് ഇസ് എ വാക്യൂറ്റെയ്നർ. എന്തിനാണ് നമ്മൾ വാക്യൂറ്റെയ്നർ യൂസ് ചെയ്യുന്നത്? ദാറ്റ്സ് എ ക്ലോസ്ഡ് ഇവാക്വേറ്റഡ് ബ്ലഡ് കളക്ഷൻ സിസ്റ്റം. ജസ്റ്റ് ഇമേജ് ഒന്ന് നോക്കാം. ഇതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു വാക്യൂറ്റെയ്നർ സിസ്റ്റത്തിൽ ഡബിൾ എൻഡഡ് നീഡിൽ ഉണ്ടായിരിക്കും. ഡബിൾ എൻഡഡ് നീഡിൽ
within a plastic holder or adapter, color-coded evacuated tubes. Then, ആ കളറിന് ഓരോ പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് കളർ ട്യൂബ്സ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. എന്താണ് വാക്യൂറ്റൈനറിന്റെ അഡ്വാൻറ്റേജസ്? ദാറ്റ്സ് എ ക്ലോസ്ഡ് സ്റ്റെറൈൽ സിസ്റ്റം that reduces contamination, faster collection, accurate blood to additive ratio, safer for healthcare workers. അപ്പോൾ വാക്യൂറ്റൈനർ കളർ കോഡ്സ് ആൻഡ് അഡിറ്റീവ്സ് നമുക്ക് പഠിക്കാം. അത് സ്റ്റെറൈൽ ആയിട്ടും അതുപോലെ തന്നെ കണ്ടമിനേറ്റ് ആവാതെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്യൂറ്റൈനർ യൂസ് ചെയ്യുന്നത്. റെഡ് കളർ ആണെങ്കിൽ എന്താണ് അതിന്റെ അഡിറ്റീവ് ആഡ് ചെയ്യുന്നത്? നോ ആന്റി കൊയാഗുലൻ ഓർ ക്ലോട്ട് ആക്ടിവേറ്റർ. അതിന്റെ മെയിൻ യൂസേജ് വരുന്നത് സിറം ഓർ ബയോകെമിസ്ട്രി ഓർ ഫോർ സിറോളജി. നെക്സ്റ്റ് കളർ ഗോൾഡ് ആണ്. അതിൽ എന്തുണ്ടാവും? ക്ലോട്ട് ആക്ടിവേറ്റർ പ്ലസ് ജെൽ സെപ്പറേറ്റർ, മെയിൻലി യൂസ്ഡ് ഫോർ സീറം കെമിസ്ട്രി. നെക്സ്റ്റ് ലൈറ്റ് ബ്ലൂ കളർ ആണെങ്കിൽ 3.2% സോഡിയം സിട്രേറ്റ് ആസ് എൻ അഡിറ്റീവ് ഫോർ PT, APTT കോയാഗുലേഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നു. അടുത്താണ് ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ എന്തിനാണ്? കൺസിസ്റ്റ് ഓഫ് 3.8% സോഡിയം സിട്രേറ്റ്, ESR അല്ലെ വെസ്റ്റർഗൺ മെത്തേഡ്. Then next is green, consisting heparin or lithium or sodium for plasma chemistry or for electrolytes. Next, light green, which is lithium, heparin plus gel for plasma chemistry. Next, purple or to lavender color. Additive is EDTA, main use for CBC, HP, blood grouping. Next is pink, again EDTA additives there for blood bank and cross matching. Next, grey color, sodium fluoride plus potassium oxalate for blood glucose and lactate. Next is yellow, SPS or ACDs as an additive, blood culture SPS, HLA or DNA studies. Next, royal blue for trace element free tube. It's used for heavy metals or trace elements. Next, white, EDTA plus plasma separator for molecular diagnostics and PCR. Next is orange for thrombin, rapid serum testing. So this is just for a revision, you can just read it. തെറ്റിപ്പോകരുത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഏതൊക്കെ കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. സോ മീഡിയം ക്യൂബിറ്റൽ വെയിൻ ഇസ് പ്രിഫേർഡ് ഇൻ വെയിൻ ഫോർ വീനി പങ്ക്ചർ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദെൻ റേഡിയൽ ആർട്ടറി ഇസ് ദ പ്രിഫേർഡ് സൈറ്റ് ഫോർ ആർട്ടേറിയൽ പങ്ക്ചർ. ആർട്ടേറിയൽ പങ്ക്ചറിന് ഏതാണ് കൂടുതലും? റേഡിയൽ ആർട്ടറി. Lens test is performed before radial artery puncture. Then first drop of capillary blood is discarded. എല്ലാത്തിലും കണ്ടാമിനേഷൻ ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഫസ്റ്റ് ഡ്രോപ്പ് നമ്മൾ നീക്കിക്കളയെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ലൈറ്റ് ബ്ലൂ ട്യൂബ് കണ്ടെയ്ൻസ് സോഡിയം സിട്രേറ്റ് ആൻഡ് ഇസ് യൂസ്ഡ് ഫോർ കയാഗുലേഷൻ ടെസ്റ്റ്. ഇതാണ് PT or APTT. സോ ജസ്റ്റ് ഫുൾ ഫോംസ് ഒന്ന് റിസർച്ച് ചെയ്യാം. നെക്സ്റ്റ് ലാവൻഡർ ഓർ പർപ്പിൾ ട്യൂബ് കണ്ടെയ്ൻസ് EDTA ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ CBC ടെസ്റ്റ്. കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കളർ കോഡ്സ് നമ്മൾ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പറയുന്നത്. Next is grey tube contains sodium fluoride plus potassium oxalate and is used for blood glucose estimation. Okay, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ജസ്റ്റ് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഇസ് സൈറ്റ്സ് ഓഫ് ബ്ലഡ് കളക്ഷൻ, കാപ്പിലറി ആൻഡ് വീനസ്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാപ്പിലറി ആൻഡ് വീനസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ സൈറ്റ്സിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുകയാണ്. സോ ബ്ലഡ് കളക്ഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതിൽ രണ്ട് മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ള പഠിക്കേണ്ടത് ഫോർ PSC, കാപ്പിലറി ബ്ലഡ് കളക്ഷൻ ആൻഡ് വീനസ് ബ്ലഡ് കളക്ഷൻ. സോ ഫസ്റ്റ് വൺ ഇസ് കാപ്പിലറി ബ്ലഡ് കളക്ഷൻ. നമ്മൾ ഏതാണ്? സ്കിന്ന് പങ്ക്ചർ ചെയ്ത് സ്റ്റെറൈൽ ലാൻസെറ്റ് യൂസ് ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് കിട്ടുന്ന ബ്ലഡ് എന്നുള്ളത് കാപ്പിലറി ബ്ലഡ്, ആർട്ടറിയൽ ബ്ലഡ്, വീനസ് ബ്ലഡ്, ഇൻഡസ്ട്രീഷ്യൽ അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഒക്കെ ഒരു മിക്സ് ആയിരിക്കും. നെക്സ്റ്റ് ഇൻഡിക്കേഷൻസ് നോക്കാം അല്ലെങ്കിൽ അതിന്റെ യൂസസ്. സോ കാപ്പിലറി ബ്ലഡ് കളക്ഷൻ ഇസ് പ്രിഫേർഡ്. എപ്പോഴാണ് നമുക്ക് ഈ ഒരു കാപ്പിലറി ബ്ലഡ് കളക്ഷൻ മെത്തേഡ് പ്രിഫർ ചെയ്യുന്നത്? ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് ഇസ് റിക്വയർഡ്. നമ്മൾ പറഞ്ഞു ഫിംഗർ ടിപ്പ് എന്നൊക്കെ ആയിരിക്കും എടുക്കുക, അത്രയും സ്മോൾ എമൗണ്ടേ വേണ്ടൂ. അതുപോലെ വീനസ് ആക്സസ് ഇസ് ഡിഫിക്കൽട്ട് വെൻ ദ പേഷ്യന്റ് ഇസ് എൻ ഇൻഫാന്റ് ഓർ യങ് ചൈൽഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹീൽസ് എടുക്കും. നെക്സ്റ്റ് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് ഇസ് പെർഫോം. എവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അവിടെ നടത്തുകയാണ് POCT എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ്. അതിൽ കോമൺ ടെസ്റ്റ് ചെയ്തൊക്കെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, ഷുഗർ ചെക്ക് ചെയ്യുന്നതിന് നോക്കിയാൽ മതി. ഫിംഗർ ടിപ്പിന് പങ്ക്ചർ ചെയ്തെടുക്കുന്നതാണ്. നെക്സ്റ്റ് ഹീമോഗ്ലോബിൻ, HB, പെരിഫറൽ ബ്ലഡ് സ്മിയർ, ഹെമറ്റോക്രൈറ്റ് or packed cell volume, neonatal screening test, blood grouping, small samples. Next is the sites of capillary blood collection. അഡൾട്ടിനാണെങ്കിൽ ഞാനിവിടെ ഇമേജസ് കൊടുത്തിട്ടുണ്ട്. മിഡിൽ ഫിംഗറിനും അതുപോലെ തന്നെ റിംഗ് ഫിംഗറിനും ഈ ഒരു ഏരിയസിലാവും കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ ഒരു ഏരിയാസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. That is palmar surface of the distal phalanx of the middle finger or ring finger. ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കാം. Palmar surface of the distal phalanx. These fingers are preferred. Okay. Next is veiny puncture. നമ്മൾ പറഞ്ഞു വീനസ് ബ്ലഡ് കളക്ഷൻ വെയിൻസിൽ നിന്നാണ് എടുക്കുന്നത്.
സെയിം പ്രൊസീജിയേഴ്സ് ഇസ് ഫോളോഡ് യൂസിങ് എ വാക്യൂറ്റേനിയസ് സിസ്റ്റം. നമ്മൾ കളർ കോഡ്സ് പഠിച്ചു. അതിന്റെ വീനസ് പങ്ക്ചർ ചെയ്തുള്ള ബ്ലഡ് എന്ത് ടെസ്റ്റിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബയോകെമിസ്ട്രി, സിറോളജി, ഹോർമോൺ എസ്സേസ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ, ബ്ലഡ് കൾച്ചർ, ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് കോയാഗുലേഷൻ സ്റ്റഡീസ്. നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെ ടെസ്റ്റിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം അല്ലേ, ഇത് വീനസ് പങ്ക്ചർ ആണ് ചെയ്യുന്നത്, വീനി പങ്ക്ചർ ആണ്, കാപ്പിലറി പങ്ക്ചർ, ദെൻ ലാസ്റ്റ് വൺ ഇസ് ആർട്ടറിയൽ പങ്ക്ചർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. പ്രിഫേർഡ് സൈറ്റ് വരുന്നത് blood is casually collected from the antecubital fossa which is inside of the elbow. ഞാൻ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. So this is the ulnar nerve, basilic vein, cephalic vein, radial nerve, median cubital vein and cubital fossa. Next നമുക്ക് ഓരോ കളക്ഷൻ സൈറ്റിനെ കുറിച്ച് പഠിക്കാം. First one is median cubital vein. That's most preferred vein because അത് large vein ആണ്, അതുപോലെ തന്നെ easily visible ആണ്, well anchored, least painful, lowest risk of nerve injury and lowest risk of hematoma. അതുകൊണ്ടാണ് നമ്മൾ median cubital vein യൂസ് ചെയ്യുന്നത്. Next is cephalic vein. So cephalic vein is the lateral or thumb side of the forearm. Easily accessible ആണ് and good alternate if the median cubital vein is unavailable. Next is basilic vein. Medial or little finger side ൽ വരുന്നതാണ്. Then a disadvantage that is close to the brachial artery. അത് റിസ്ക് കൂടുതലാണല്ലേ, that is close to the median nerve and higher risk of accidental injury. ഇനി ഇതൊന്നും വർക്ക് ആയില്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് വീനസ് സൈറ്റ്സ് ഉണ്ട് നമുക്ക്. ദാറ്റ് ഇസ് if antecubital veins cannot be used, we can use dorsal veins of the hand, wrist veins less preferred, and foot veins only with the physician's approval. And sites to avoid: arm with IV fusion, edematous limb, burnt area, scar tissue, hematoma, arm on the side of mastectomy unless specifically approved. Then infected area, arm with dialysis or fistula, dialysis ചെയ്യാൻ വേണ്ടി ഫിസ്റ്റുല ഇട്ട കയ്യിൽ നിന്നൊന്നും ബ്ലഡ് കളക്ട് ചെയ്യരുത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ വീനി പങ്ക്ചറിന്റെ. സോ നമുക്ക് ജസ്റ്റ് ഒരു ക്വിക്ക് കമ്പാരിസൺ നോക്കാം വിത്ത് കാപ്പിലറി കളക്ഷൻ ആൻഡ് വീനസ് കളക്ഷൻ. സോ ബ്ലഡ് സോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാപ്പിലറീസ് നിന്നാണ്, വെയിൻസ് നിന്നാണ്, സ്മോൾ, മോഡറേറ്റ് ടു ലാർജ്. ഏതൊക്കെയാണ് സൈറ്റ്സ് വരുന്നത് ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. Okay, then preferred age group, end uses pain, skill required. Okay, we have already know, നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ടോപ്പിക് നോക്കാം. ആന്റി കോയാഗുലൻസ് യൂസ്ഡ് ഇൻ ബ്ലഡ് കളക്ഷൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. എന്തിനാണ് ആന്റി കോയാഗുലൻസ് യൂസ് ചെയ്യുന്നത്? ബ്ലഡിന് ഒരു നേച്ചർ ഉണ്ടല്ലേ, ബ്ലഡ് നമ്മളിപ്പോൾ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കോയാഗുലൻസ് വരും, അത് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള കാര്യങ്ങൾ വരും. Anticoagulants are chemicals that prevent blood from clotting and by inhibiting the coagulation process. അപ്പോൾ ലബോറട്ടറി യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ഉണ്ടാവില്ല. അപ്പം അതിന് കെമിക്കൽസ് ആഡ് ചെയ്ത് നമ്മൾ പ്രിസർവ് ചെയ്യും. അതിനാണ് ആന്റികോയാഗുലൻസ് എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ് നമ്മൾ ആന്റികോയാഗുലൻസ് യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ ടെസ്റ്റിനാണ്? ഹെമറ്റോളജി ടെസ്റ്റ്, കോയാഗുലേഷൻ സ്റ്റഡീസ്, ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, ബ്ലഡ് ബാങ്കിങ്, ESR ടെസ്റ്റ് ആൻഡ് ഫോർ പ്ലാസ്മ കെമിസ്ട്രി നമ്മൾ ഈ ഒരു ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ആഡ് ചെയ്യുന്നതായിരിക്കും. Okay, that's not a name. Anticoagulants is a common name. Next, characteristics of an ideal anticoagulant. ഒരു ഐഡിയൽ അല്ലെങ്കിൽ ഒരു നല്ല ആന്റികോയാഗുലന്റിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും നമുക്ക് നോക്കാം. പ്രിവെന്റ് ക്ലോട്ട് ഫോർമേഷൻ എഫക്റ്റീവ്ലി, അതാണ് നമുക്ക് മെയിൻ യൂസേജ്. ക്ലോട്ടിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നോട്ട് ഓൾട്ടർ ദ മോർഫോളജി ഓഫ് ബ്ലഡ് സെൽസ്. ഒരു ആന്റികോയാഗുലന്റ് യൂസ് ചെയ്ത് നമ്മൾ അതിന്റെ മൊത്തം മോർഫോളജി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചൊരു ടെസ്റ്റ് റിസൾട്ട് കിട്ടില്ല. നെക്സ്റ്റ്, നോട്ട് ഇന്റർഫിയർ വിത്ത് ലബോറട്ടറി ടെസ്റ്റ് ആൻഡ് പ്രിസർവ് സെല്ലുലാർ കോമ്പോണൻറ്റ്സ്, ബി ഈസി ടു മിക്സ് വിത്ത് ബ്ലഡ് and be non-toxic and stable. Types of anticoagulants നമുക്ക് നോക്കാം. First one is EDTA, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇതിന്റെ ഫുൾ ഫോം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എത്തിലീൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. EDTA prevents clotting by binding or chelating calcium ions which are essential for the coagulation cascade. അതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് ഇതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്, EDTA യുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടൈപ്സ് വരുന്നുണ്ട്. ഡൈപൊട്ടാസ്യം EDTA വരുന്നുണ്ട്, ട്രൈപൊട്ടാസ്യം EDTA വരുന്നുണ്ട്. ഇതിന്റെ കളർ കോഡ് വരുന്നത് പർപ്പിൾ അല്ലെങ്കിൽ ലാവൻഡർ കളറാണ്. ആ ഒരു ടോപ്പ് ട്യൂബ് വരുന്നതാണ്. നമുക്കതിൽ EDTA ആണ് അഡിക്റ്റീവ് ചേർത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ്, അത് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് HB ടെസ്റ്റ്, CBC ടെസ്റ്റ്, പെരിഫറൽ ബ്ലഡ് സ്മിയർ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ബ്ലഡ് ഗ്രൂപ്പിംഗ്. EDTA ബ്ലഡ് ആന്റികോയാഗുലന്റിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ്സ് എ ബെസ്റ്റ് ആന്റികോയാഗുലന്റ് ഫോർ ഹെമറ്റോളജി and preserve the size and shape of blood cells, prevents platelet clumping and produces accurate cell counts.
Disadvantages ഉണ്ട്. That's not suitable for coagulation studies and not suitable for calcium, potassium and enzyme assays. And excess EDTA causes shrinkage of RBCs and may alter cell morphology. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ RBCs shrink ചെയ്യും. അപ്പോൾ നമുക്ക് സെല്ലിന്റെ മോർഫോളജി കറക്റ്റ് കിട്ടില്ല. അടുത്ത വരുന്ന ഒരു അഡിറ്റീവ് ആണ് സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ് ലൈറ്റ് ബ്ലൂ കളർ ടോപ്പ് ആണെങ്കിൽ 3.2% ഉണ്ട്. അതുപോലെ ബ്ലാക്ക് ആണെങ്കിൽ 3.8% സോഡിയം സിട്രേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് മൈൻസ് കാൽഷ്യം മൈൻസ് റിവേഴ്സിബിളി. യൂസസ് വരുന്നത് PT ഓർ പ്രോ ത്രോംബിൻ ടൈം, ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോബ്ലാസ്റ്റിൻ ടൈം, INR, ESR ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് വരുന്നത് coagulation factors, reversible anticoagulant ആണ്, then best for coagulation studies and minimal effect on blood cells. Disadvantages വരുന്നത് blood to anticoagulant ratio affects the results and unsuitable for routine hematology. ഇതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. അടുത്തതാണ് ഹെപ്പാരിൻ. ഓക്കെ, ഹെപ്പാരിൻ എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത്? Enhances the activity of antithrombin 3 which inhibits thrombin and other clotting factors. ഡയാലിസിസ് പേഷ്യൻസിന് കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. സോ ഹെപ്പാരിൻ ടൈപ്സ് വരുന്നുണ്ട്. ലിഥിയം ഹെപ്പാരിൻ ഉണ്ട്, സോഡിയം ഹെപ്പാരിൻ ഉണ്ട്, അമോണിയം ഹെപ്പാരിൻ ഉണ്ട്. കളർ കോഡ് വരുന്നതാണ് ഗ്രീൻ ടോപ്പ് ട്യൂബ്. ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ഫോർ പ്ലാസ്മ കെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ് എസ്റ്റിമേഷൻ, ബ്ലഡ് ഗ്യാസ് അനാലിസിസ്, എമർജൻസി ബയോകെമിസ്ട്രി ടെസ്റ്റ്. അഡ്വാൻറ്റേജസ് വരുന്നത് റാപ്പിഡ് ആന്റി കോയാഗുലന്റ് ആക്ഷൻ ആണ് and minimal effect on plasma constituents, suitable for blood gas analysis and no need to wait for clot formation. Disadvantage വരുന്നത് not suitable for blood smears, cause blue background staining, then may cause platelet clumping, not suitable for coagulation test. അടുത്ത വരുന്നതാണ് sodium fluoride plus potassium oxalate എന്നുള്ള ഒരു അഡിറ്റീവ്. ഇതിന്റെ മെക്കാനിസം പറയുന്നത് potassium oxalate binds calcium to prevent clotting. Next, sodium fluoride that inhibits glycolysis and preserving glucose levels. കളർ കോഡ് വരുന്നത് ഗ്രേ ടോപ്പ് ട്യൂബ് ആണ്. Usages for blood glucose estimation, lactate measurement. Advantages that prevents breakdown of glucose and maintains glucose concentration during transport, suitable for delayed analysis. Disadvantages, it's not suitable for hematology, distorts blood cells morphology and not suitable for enzyme studies. അടുത്ത അഡിറ്റീവ് ആണ് ഓക്സലേറ്റ്സ്. ടൈപ്സ് വരുന്നുണ്ട്. പൊട്ടാസ്യം ഓക്സലേറ്റ് ഉണ്ട്, അമോണിയം ഓക്സലേറ്റ് ഉണ്ട്, and double oxalate which is potassium plus ammonium oxalate. Oxalates വർക്ക് ചെയ്യുന്നത് കാൽഷ്യം അയൻസിനെ precipitate ചെയ്തിട്ടാണ് and used in ESR, some hematology procedures, an effective anticoagulant ആണ് and also it is inexpensive. Disadvantages വരുന്ന RBCനെ shrink ചെയ്യും, അതുപോലെ തന്നെ cell morphology alter ചെയ്യും, then largely replaced by EDTA. Next is acid citrate dextrose or ACD. ACD components are citric acid, sodium citrate and dextrose. Also causes blood shrinking, HLA typing and DNA and genetic studies. It's caused in blood banking, HLA typing, DNA and genetic studies. Advantages were that preserve white blood cells, maintain cell viability. Then disadvantages were not used for routine laboratory investigation. അടുത്ത വരുന്നതാണ് citrate phosphate dextrose or CPD. നേരത്തെ പഠിച്ച ACD ആയിരുന്നു. This is CPD. Components are sodium citrate, citric acid, phosphate and dextrose. Used for blood bank storage. അതിൽ യൂസ് ചെയ്യുന്നതാണ് CPD. Prolongs red cell survival, preserves stored blood. Disadvantage വരുന്നത് only for blood storage, not for routine testing. Blood സ്റ്റോർ ചെയ്ത് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇനി ഒരു കമ്പാരിസൺ ടേബിൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആന്റികോയാഗുലൻസും അതിന്റെ മെക്കാനിസം എങ്ങനെയാണ് ചെയ്യുന്നത്, ട്യൂബിന്റെ കളർ, മെയിൻ യൂസേജസ്, ഏതൊക്കെ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നു, അതിന്റെ അഡ്വാൻറ്റേജും അതിന്റെ ഡിസഡ്വാൻറ്റേജും. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ, വീഡിയോ പോസ് ചെയ്തൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഓരോ കളർ കോഡ്സും മനസ്സിലാക്കി വയ്ക്കുക. എന്തിനൊക്കെ യൂസ് ചെയ്യുന്ന, ഏതൊക്കെ ടെസ്റ്റിനാണെന്നുള്ളത് ഒന്ന് പഠിക്കാം. പിന്നെ ഏതൊക്കെ ടെസ്റ്റിന് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. Okay, next last ACD and CPD കൂടി ഉണ്ട്. ഓക്കെ, ആൻഡ് ഇത് ഒന്നുകൂടി റിവിഷൻ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്ന പോയിന്റ്സ് ആണ്.
പഠിച്ച കാര്യങ്ങൾ ഒരു ക്രക്സ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ജസ്റ്റ് ഓടിച്ച് വായിച്ചു നോക്കാം വേറെ. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇതുപോലെ തരുന്നത്. PSCക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മൊഡ്യൂൾ 2ന്റെ ബാക്കി പാർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് സിലബസ് ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും.